ഇന്നത്തെ ഈ പലഹാരം ഉണ്ടല്ലോ, ചിന്തിച്ചാൽ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ. അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളം പറയുന്നതായിരിക്കും. ഇത് ഇഷ്ടമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആദ്യമായിട്ട് ശർക്കര കുറച്ച് വെള്ളമൊഴിച്ച് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. നമ്മുടെ ഇലയുടെ, വെറും ഇലയുടെ അല്ല, ചക്ക ചേർത്തിട്ടില്ല. ഈ ഇലയുടെ മാവ് ബാക്കിയൊന്നും എന്ത് ചെയ്യും? അതിനൊക്കെ വഴിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നന്നായി പഴുത്ത് മധുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യായ മധുരമുള്ള ചക്ക. അപ്പോൾ നന്നായി പഴുത്ത ആ മധുരമുള്ള ചക്ക തന്നെ വേണം, അപ്പോഴേ അതിൻ്റെ ഒരു രസം കുറച്ചുകൂടെ ഒന്ന് കൂടുള്ളൂ. അപ്പോൾ ആ ചക്ക നമ്മുടെ മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക ചേർത്തതിന് ശേഷം ഇനി ഇതങ്ങോട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചത് കാണാൻ തന്നെ നല്ല രസം കേട്ടോ. കണ്ടില്ലേ, ഈ ചക്ക നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ അരഞ്ഞു വരുന്നത്. ഇതിലൊരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ചക്കയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഏലക്ക ചേർത്തതുകൊണ്ട്, മുഴുവനായി ചേർത്തതുകൊണ്ട് അത് നന്നായി അരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ അരയിട്ട്, അത് കാണാൻ തന്നെ രസമല്ലേ. അപ്പോൾ പാകത്തിന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നവരുണ്ട്, ഗോതമ്പ് വെച്ചുണ്ടാക്കുന്നവരുണ്ട്, മൈദ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണോ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ചക്കയും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ചായിട്ട് ചേർത്താൽ മതി. ഉള്ളത് മുഴുവനായിട്ട് എടുത്ത് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ചേർക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ, അതുകൂടെ ഇങ്ങനെ ഒഴിച്ച് അപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു നുള്ളുപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് കുഴയ്ക്കുമ്പോൾ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചക്ക ആയിരിക്കണം ഇതിൽ മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ആ കളർ കിട്ടുന്നതിനും, നമ്മുടെ ഇലയുടെയൊക്കെ ആ ഒരു ചെറിയൊരു ശർക്കരയുടെ കളറൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്, വീണ്ടും പാകത്തിനായിട്ടില്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ബാക്കി അരച്ച് വെച്ചിട്ടുള്ള ചക്കയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കയുടെ മണമുണ്ടല്ലോ, ഇത് കുഴയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. എന്തൊരു മണമാണ്, നമുക്കിങ്ങനെ കൊതിയായിട്ട് പാടില്ല, അമ്മാതിരുത്ത മണമാണല്ലേ ഈ ശർക്കരയും ചക്കയും കൂടെ ചേരുമ്പോൾ. എന്തൊക്കെ ഫാസ്റ്റ് ഫുഡ് വന്നെന്ന് പറഞ്ഞാൽ ശരി, ഇതേ ഇമാതിരിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ കളയും. അത്രയും ടേസ്റ്റുമാണ്. ഇത് എപ്പോൾ കിട്ടിയാലും കഴിക്കും, പക്ഷേ എപ്പോഴും കിട്ടില്ലല്ലോ. ഇത് ഇത്രയും പണിയെടുത്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഉണ്ടാക്കില്ല. പിന്നെ ചക്ക സീസൺ ആവണമല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ചക്കയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ ഒരുപാട് ഐഡിയാസൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുപോലെയൊക്കെ ചക്കയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വീണ്ടും കുറച്ചായിട്ട് ശർക്കര ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് പാകത്തിനാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം കിട്ടില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് റെഡിയാക്കി ഭംഗിയാക്കി എടുക്കുക. വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ അടച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മെയിനായിട്ട് എന്താ പറയുക, ഇതിൻ്റെ മണമൊക്കെ സഹിച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറ്റില്ല. അപ്പോൾ ഇതിനെ വേഗം ഒന്ന് അടയാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചക്ക വെറുതെ കഴിക്കണമായിരുന്നു. പക്ഷേ ചക്ക വെറുതെ കഴിക്കാതെ അട എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടന്നത് കൊണ്ട് ഇനിയിപ്പോൾ ആ പ്രോസസ്സ് കഴിയട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ തട്ട് വെച്ചിട്ടുണ്ട്. ഇനി വാഴയില എടുക്കുക. വാഴയിലയിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. കുഴച്ചിരിക്കുന്ന പാകം മനസ്സിലായല്ലോ. ഒരുപാട് രീതിയിൽ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഉള്ളിൽ പൂർണ്ണമൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് ചെയ്യാറുണ്ട്. ഇതുപോലെ ചെയ്യുന്നത് വളരെ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കുറച്ച് മാവ് അതിലോട്ട് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ആ ഇല മടക്കി പ്രസ് ചെയ്താൽ പാകത്തിനായിക്കിട്ടും. ഇതിൽ ശർക്കരയുണ്ട്, ഏലക്കയുണ്ട്. അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറൊന്നും അതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നാളികേരമൊക്കെ ചേർക്കാം. ഒന്നും ചേർക്കാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ബാക്കി കുറച്ച് മാവ് വന്നേ, കുറേ ഇല ഉണ്ടായിരുന്നു, ഇലയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാക്കി വന്ന മാവിന് എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടാക്കാം. അതിനുശേഷം ഇതുപോലെ ചെയ്യും. ഇനി വാഴയില കിട്ടാനില്ലാത്ത നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ചക്കയുടെ ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചക്ക എടുക്കുക, മിക്സിയിൽ അരയ്ക്കുക, ഏലക്കയും ചേർത്തിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഗോതമ്പോ മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും ഒരു സാധനത്തിനകത്ത് കുഴച്ച് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ദോശക്കല്ലിലൊന്ന് പരത്തി അതിലോട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ചക്കയുടെ മണമുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് വേണ്ട കാര്യം എന്താ അറിയോ, നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ സഹിച്ചിട്ടിരുന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെയ്യിലിങ്ങനെ ഈ ചക്ക മൂത്ത് വരുമ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ ശരി, അത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ബാക്കി വന്ന മാവ് കളയണ്ട, അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലയുടെ റെഡി ചെയ്യാൻ നോക്കട്ടെ. ഏകദേശം 1/2 മണിക്കൂറോളം ആയി. നോക്കട്ടെ. ഇലയുടെയൊക്കെ പാകത്തിനായിട്ടുണ്ട്.
ഇപ്പോൾ വരുന്നൊരു മണമുണ്ട് എൻ്റെ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല, അമ്മാതിരത്തെ മണമാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. ഇത് മുഴുവൻ വൻ പണിയാണ്, ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മത്സരമാണല്ലേ.